ഹായ് ഗായ്സ്, ഈ ക്ലാസ്സിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്ന് എന്നുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ക്ലാസ്സിൽ കുറേ ആക്ട്സ് കാര്യങ്ങളൊക്കെ വന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആ ആക്ട്സിൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ, എന്തൊക്കെയായിരുന്നു അതിലെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സോ വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് ആദ്യം പറയാം. ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് ഈസ് എ ഡീറ്റെയിൽ അനാലിസിസ് ഹൗ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഗിവൻ കൺട്രി ഹാസ് ഇവോൾവ് ഫ്രം ദ പാസ്റ്റ് ടു കറന്റ്. It shows how the constitution changed from what is now and what is to and what is now. അങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് വന്നത്, എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഉള്ള ആ ഒരു ഡീറ്റെയിൽ സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽ അനാലിസിസ്, അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റിലെ ഏറ്റവും മർമ്മപ്രധാനമായത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ഈ ആക്ടിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ദി പ്രോസസ് ഓഫ് സെൻട്രലൈസേഷൻ ഇൻ ഇന്ത്യ വാസ് ഇനീഷ്യേറ്റഡ് ത്രൂ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. അതായത് സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം, ആ ഒരു നിർമ്മാണ കാര്യങ്ങൾ എല്ലാം ഡെവലപ്പ് ചെയ്തു വന്ന് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. ഇതിനകത്ത് ആദ്യത്തെ പോയിന്റ്, ദി ഫസ്റ്റ് ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെന്റ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദി അഫയേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാനും അവരുടെ സോഴ്സസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അവരെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനുള്ള ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യത്തെ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ആസ് പെർ ദി ആക്ട്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വാസ് നെയിംഡ് ആസ് ഗവർണർ ജനറൽ. ബംഗാൾ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനം ഗവർണർ ജനറൽ ആക്കി മാറ്റിയ ആക്ട് എന്ന് ചോദിക്കുമ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. വാരൻ ഹാസ്റ്റിംഗ് വാസ് ആ ഒരു ഇതനുസരിച്ച് വാരൻ ഹാസ്റ്റിംഗ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പ്രഭുവായി ആദ്യത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ വാരൻ ഹാസ്റ്റിംഗ് ആണ്. ദിസ് ആക്ട് മെയ്ഡ് ഗവർണേഴ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് സബോർഡിനേറ്റ് ടു ബംഗാൾ, ഗവർണർ ഓഫ് ബംഗാൾ. ഈ ആക്ട് പ്രകാരം ബോംബെ പ്രസിഡൻസിക്കും അതുപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസിക്കും ഓരോ ഗവർണേഴ്സ് വെച്ചു, അവർ സബോർഡിനേറ്റ്സ് ആയി എന്നുള്ള ആ ഒരു ഇത്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ്, ഗവർണർ ജനറൽ വാസ് ഗിവൺ ദ പവർ ടു മേക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓരോ പ്രസിഡൻസിയിലും നിയമം നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഒരു നിയമം ഉണ്ടാക്കാനുള്ള അവകാശം ആർക്ക് കൊടുത്തു? ഗവർണർ ജനറലിന് കൊടുത്തു. ഇനി ഗവർണർ ജനറലിന് ആരൊക്കെയുണ്ട്? 4 കൗൺസിൽ മെമ്പേഴ്സ് ഉണ്ടാവും. ദി നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ദ കമ്പനി വാസ് ഫിക്സ്ഡ് അറ്റ് 4. കമ്പനിയുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടേഴ്സിനെ 4 ആക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്, ദ സുപ്രീം കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് കൽക്കട്ട. ഏറ്റവും വലിയൊരു അപ്പെക്സ് അതോറിറ്റി അല്ലെങ്കിൽ അപ്പെക്സ് കോർട്ടായിട്ട് സുപ്രീം കോർട്ട് ആയിട്ട് കൽക്കത്തയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു 1774 ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം സുപ്രീം കോർട്ട് എവിടെ ഉണ്ടാക്കി? കൽക്കത്തയിൽ 1774 ഉണ്ടാക്കി. ദ സുപ്രീം കോർട്ട് ഹാഡ് 3 ചീഫ് ജസ്റ്റിസ് ആൻഡ് 3 അഡീഷണൽ ജഡ്ജസ്. 3 അഡീഷണൽ ജഡ്ജസും ഒരു ചീഫ് ജസ്റ്റിസും ഉണ്ടായി എവിടെ? കൽക്കത്തയിലെ സുപ്രീം കോടതിയിൽ. 1774 ആ ആക്ട് പാസ്സാക്കിയത്. 1773 ആക്ട് പാസ്സാക്കിയത്. സുപ്രീം കോടതി നിലവിൽ വന്നത് 1773. ഇനി അടുത്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്, PITTS, പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784, 1784. In the constitutional history of India, this act brought many sufficient changes. കുറേ ചേഞ്ചസ് ഈ ആക്ട് വഴി കൊണ്ടുവന്നു. As per this act of 1784, the territories of East India Company was called British Possessions of India. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവകാശത്തിലുള്ള ടെറിട്ടറി എന്നുള്ളതിന്റെ പേര് മാറ്റി ബ്രിട്ടീഷ് പൊസിഷൻ, അതായത് ആ കമ്പനിയുടെ കീഴിലുള്ള എല്ലാ ടെറിട്ടറീസിനെയും ബ്രിട്ടീഷ് പൊസഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്നൊരു പേരിലേക്ക് വന്നു. പിന്നെ ആസ് പെർ ദിസ് ആക്ട് എ ജോയിന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൺ ബൈ ദ ക്രൗൺ ആൻഡ് ദ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അതായത് ബ്രിട്ടീഷ് ക്രൗണിലേക്ക് നേരിട്ട് റവന്യൂസും കാര്യങ്ങളൊക്കെ വന്നു. ദി ഗവൺമെന്റ് ഹാഡ് ദി അൾട്ടിമേറ്റ് പവർ ആൻഡ് അതോറിറ്റി. ബ്രിട്ടീഷ് ഗവൺമെന്റും അതുപോലെ ആളുകൾക്ക് അൾട്ടിമേറ്റ് ആയിട്ടൊരു പവർ കൊടുത്തൊരു ആക്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. അടുത്തൊരു പോയിന്റ്, ദ ഗവർണർ ജനറൽസ് കൗൺസിൽ വാസ് റെഡ്യൂസ്ഡ് ഫ്രം 4 members to 3 members. 4 നമ്മൾ പറഞ്ഞു. മറ്റേ ആക്ടിൽ 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം 4 മെമ്പേഴ്സ് ഉള്ളത് ഇപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് അനുസരിച്ച് 3 മെമ്പേഴ്സായി. ദ ഗവർണേഴ്സ് കൗൺസിൽ വെയർ എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ബോംബെ ആൻഡ് മദ്രാസ്. ബോംബെ പ്രസിഡൻസിയിലും അതുപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസിയിലും ഗവർണേഴ്സ് കൗൺസിൽസ് ഒക്കെ രൂപം കൊടുത്തു. ഇനി അടുത്തൊരു ആക്ട് ആണ് ചാർട്ടേഴ്സ് ആക്ട് ഓഫ് 1813.
1813 ചാർട്ടർ ആക്ട് ആണ് അടുത്തത്. ആ ആക്ട് പ്രകാരം ഇറ്റ് ബോട്ട് ടു ആൻ എൻഡ് ടു ദ മോണോപോളി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓവർ ട്രേഡ് ഇൻ ഇന്ത്യ. ട്രേഡ് അതായത് കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ആ ഒരു മോണോപോളിക്കൽ റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു മോണോപോളി റൈറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു ആക്ട് പ്രകാരം അബോളിഷ് ചെയ്ത് കളഞ്ഞു. ട്രേഡ് ഇൻ ഇന്ത്യ വാസ് ഓപ്പൺ ടു ഓൾ ബ്രിട്ടീഷ് സിറ്റിസൺസ് എക്സെപ്ഷൻ ഓഫ് ഫ്രീ ട്രേഡ്. അതായത് ടീ ട്രേഡിന് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളിലും ആ ഒരു മോണോപ്പൊലി എന്നുള്ള ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മോണോപ്പൊലി എടുത്തു മാറ്റുകയും എല്ലാ ബ്രിട്ടീഷ് സിറ്റിസൺസിനും അതിന് അവകാശമുണ്ടെന്നുള്ള ഒരു ആക്ടാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813. ഇനി അടുത്തൊരു ആക്ടാണ് ചാർട്ടർ ആക്ട് ഓഫ് 1833. 1833 ചാർട്ടർ ആക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ആണ്: ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബിക്കം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഗവർണർ ജനറൽ ഓഫ് ഈ ബംഗാൾ എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ഇത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി. ഇനി ലോർഡ് വില്യം ബെൻഡിക് വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ലോർഡ് വില്യം ബെൻഡിക് ആയിട്ട് ആദ്യത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം ആദ്യമായിട്ട് ഏറ്റെടുത്തത് ബ്രിട്ടീഷിലെ പ്രഭുവായ വില്യം ബെൻഡിക് ആണ്. ഇനി വില്യം ബെൻഡിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അബോളിഷൻ ഓഫ് സതി എന്ന് പറയുന്ന ആ ഒരു നിയമം അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ആചാരം അബോളിഷ് ചെയ്ത് കളഞ്ഞ വില്യം ബെൻഡിക് ആണ്. 1829 ആ ഒരു പ്രോസസ് നടന്നുള്ള കാര്യം ഓർത്ത് നോക്കി എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സതി വാസ് അബോളിഷ്ഡ് ബൈ വില്യം ബെൻഡിക്. ഈസ്റ്റ് ഇന്ത്യ അടുത്തൊരു പോയിന്റ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എൻഡഡ് എ മിയർ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. ഇറ്റ് വാസ് നോ ലോങ്ങർ എ കമേഴ്ഷ്യൽ ബോഡി. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി മാത്രമായിട്ട് അവർ ചുരുങ്ങി. അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മിക്ക പവേഴ്സും റെഡ്യൂസ് ചെയ്തു. ഇനി തൊട്ടുള്ള എല്ലാ ആക്ടുകളും പയ്യെ എല്ലാം താഴ്ത്തി കൊണ്ടുവന്നു. ഇപ്പോൾ അവർ ജസ്റ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി മാത്രമാണ്. ഒരു കൊമേഴ്ഷ്യൽ സംവിധാനങ്ങൾക്കൊന്നും നിലനിൽക്കാൻ പറ്റാതെ ഒരു മിയർ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി മാത്രമായി ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഗവർണർ ജനറൽ വാസ് ഗിവൺ ഫുൾ കൺട്രോൾ ഓവർ റവന്യൂ, സിവിൽ ആൻഡ് മിലിറ്ററി. റവന്യൂവിൻ്റെ കാര്യത്തിലും സിവിൽസിൻ്റെ കാര്യത്തിലും മിലിറ്ററിയുടെ കാര്യത്തിലും എല്ലാത്തിനും ഫൈനൽ വേർഡ് അല്ലെങ്കിൽ ഒരു ഫുൾ അതോറിറ്റി ആർക്ക് വന്നു? ഗവർണർ ജനറൽക്ക് വന്നു. ദിസ് ആക്ട് വാസ് ദ ഫൈനൽ സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് സെൻട്രലൈസേഷൻ ഓഫ് ഇന്ത്യ, എ പ്രോസസ് ദാറ്റ് ബിഗാൻ വിത്ത് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. നമ്മൾ ആദ്യം പറഞ്ഞ 1773 റെഗുലേറ്റിംഗ് ആക്ടിൽ വന്നിരിക്കുന്ന ആ ഒരു സെൻട്രലൈസേഷൻ എന്ന പറയുന്ന കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയത് ചാർട്ടർ ആക്ട് ഓഫ് 1833 വഴിയാണ്. ദിസ് ആക്ട് വാസ് ദ ഫൈനൽ സ്റ്റെപ്പ് in the process of centralization in India, a process began with the regulating act of 1773. അടുത്താണ് ചാർട്ടർ ആക്ട് ഓഫ് 1853. 1853 സിവിൽ സർവീസ് എക്സാമിനേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്. സിവിൽ സർവീസ് എക്സാം IAS എക്സാം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സിവിൽ സർവീസ് എക്സാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇറ്റ് വാസ് എ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫോർ ദ റിക്രൂട്ട്മെന്റ് ഇൻ ടു സിവിൽ സർവീസ്. ബ്രിട്ടീഷിലെ സിവിൽ സർവീസിലേക്ക് അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണ്ടക്ട് ചെയ്തൊരു എക്സാം വന്നു. അത് ചാർട്ടർ ആക്ട് ഓഫ് 1853 വന്നത്. എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദി ഗവർണർ ജനറൽ വാസ് സെപ്പറേറ്റഡ്. അതായത് എക്സിക്യൂട്ടീവിനും ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസും പറഞ്ഞ ഗവർണർ ജനറലിന്റെ ഓരോ പവേഴ്സും സെപ്പറേറ്റ് ചെയ്തു. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ദിസ് ആക്ട് പ്രൊവൈഡ്സ് ഫോർ an additional 6 members to the legislative council. 4 members were appointed by the provisional government of Bengal, Bombay, Madras and Agra. അതായത് 4 മെമ്പേഴ്സും കൂടി ബ്രിട്ടീഷ് ബോംബെ പ്രസിഡൻസിയിലും അതുപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസിയിലും ആഗ്ര പ്രസിഡൻസിയിലും ഒക്കെ 4 മെമ്പേഴ്സും കൂടി. ഇനി അടുത്ത പോയിന്റ് ആണ് ഗവർണർ ജനറൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കേം ഇൻ ടു ആസ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതായത് ഗവർണർ ജനറൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന് പുതിയൊരു പേര് നൽകുകയുണ്ടായി. ആ പുതിയ പേരിന്റെ പേരാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇനി അടുത്ത പോയിന്റ് ആണ് ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്റ്റാർട്ട് ഫംഗ്ഷനിങ് ആസ് മിനി പാർലമെന്റ്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ സെയിം പ്രൊസീജിയേഴ്സ് ഓഫ് ബ്രിട്ടീഷ് പാർലമെന്റ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ എന്താക്കി? ഒരു മിനി പാർലമെന്റ് പോലെയാക്കി. അത് ഇവിടെ ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി. അതനുസരിച്ച് ബ്രിട്ടീഷ് പാർലമെന്റ് അതേ പ്രൊസീജിയർ അനുസരിച്ച് ഇവിടെയും ആ കാര്യം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്നത്.